നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 779 779. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 779. ജ്ഞാനവും വിജ്ഞാനവും. 44-ാമത്തെ സർഗം തുടങ്ങണം. പക്ഷേ 43-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം 30-ാമത്തെ ശ്ലോകം പറഞ്ഞാൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. അതെന്തായിരുന്നു? ഈ വണ്ണം മുര ചെയ്തേൻ ഞാൻ ഭക്തിമാർഗത്തിലൂടവേ സ്വധർമാചാരശീലന്മാരെന്നെ പ്രാപിപ്പതാം വിധം. എല്ലാവരും എന്ന് പറഞ്ഞില്ല. കാരണം ആരാണ് സ്വധർമാചാരശീലന്മാർ? സ്വധർമാചാരം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട് ഈശ്വരാരാധനയാണ്. അതറിയണം. അതറിയാണ്ട് ഒരു കാര്യമില്ല. ഇനി ജ്ഞാനവും വിജ്ഞാനവും എന്താ? ഗുരുപതിഷ്ഠമാം മാർഗം വിടാതെ മടിയെന്നിയേ. ഗുരുപതിഷ്ഠമാർഗം വിടാതെ മടിയെന്നിയേ മനനാദികളാൽ ഉൾക്കാമ്പയത്രയും തെളിയിച്ച് അതിൽ മനനം ചെയ്യുക. കേട്ടതിനെ മനസ്സിലാക്കുക. മനനാദികളാൽ ഉൾക്കാമ്പ് മനസ്സ് എത്രയും തെളിയിച്ച് പ്രഭാപൂരിതമാവണം. അന്ധകാരം ഉണ്ടാവരുത്. അതിൽ ആത്മാനുഭൂതി പര്യന്ത ജ്ഞാനം കൈവന്ന ഭാഗ്യവാൻ. എന്താ പറഞ്ഞത്? അപ്പോൾ മനനാദികളാൽ ഉൾക്കാമ്പ് എത്രയും തെളിയിച്ച് അതിൽ ആത്മാനുഭൂതി പര്യന്തം ജ്ഞാനം കൈവന്ന ഭാഗ്യവാൻ. ഈ കാൺമതെല്ലാം ഭഗവത് ഇച്ഛാ പ്രകൃതി നിർമ്മിതം. ഈ കാണുന്നതൊക്കെ ഭഗവത് ഇച്ഛാപ്രകൃതി നിർമ്മിതം. ചൊല്ലാം പ്രകൃതി തൻ കാര്യം ആത്മരൂപം മറച്ചുടൻ. ഈ പ്രകൃതിയുടെ രൂപം എന്താ ഈ പ്രകൃതി ചെയ്യണത്? ചൊല്ലാം പ്രകൃതി തൻ കാര്യം ആത്മരൂപം മറച്ചുടൻ. ആത്മാവിൻ്റെ രൂപത്തെ മറയ്ക്കണു പ്രകൃതി. അതാണ് ശങ്കരാചാര്യ പറഞ്ഞത്. പ്രകൃതി മിഥ്യയാണ്, അതിൽ ആസക്തി തോന്നരുത്. അതിൻ്റെ നിയന്താവും നിയാമകനും കൂടസ്ഥനും അന്തര്യാമിയുമായിരിക്കുന്ന പരമ്പൊരുളിനെ അനുസന്ധാനം ചെയ്യൂ. ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ചൊല്ലാം പ്രകൃതി തൻ കാര്യം ആത്മരൂപം മറച്ചുടൻ. ഭോഗ്യത്വ ബുദ്ധി ജീവനു തന്നിലുണ്ടാകലെന്നതാം. ഭോഗ്യത്വ എന്തും ഭോഗം വേണം. ചാപ്പാടാണെങ്കിലും കാഴ്ചയാണെങ്കിലും കേൾവിയാണെങ്കിലും സ്പർശന സുഖമാണെങ്കിലും ഭോഗ്യത്വ ബുദ്ധി ജീവനു തന്നിലുണ്ടാക്കലെന്നതാം. അതാണ് നെഗറ്റീവാണത്. ആ നെഗറ്റിവിറ്റീനെ മാറ്റണം. ഭക്തിജ്ഞാനാദി ഗുണം എൻ കൃപയാലുളവാവതാം. ആരുടെയും റൈറ്റല്ല, കൃപയാണ്, ഭഗവാന്റെ കൃപയാണ്. ഭക്തിജ്ഞാനാദി ഗുണം എൻ കൃപയാലുളവാവതാം. ഈ വണ്ണം ഓർക്കേണം ഇതാം ജ്ഞാനസന്യാസം ഉദ്ധവ. ജ്ഞാനസന്യാസം. ജ്ഞാനത്തെ എന്താ ചെയ്യേണ്ടത്? ജ്ഞാനസന്യാസം. അറിവിൻ്റെ മാധ്യമത്തിൽ സന്യാസം ചെയ്യണം. അല്ലാണ്ട് വേഷം കെട്ടിയിട്ട് കാര്യമില്ല. ജ്ഞാനിക്കു ജ്ഞാനേ സർവസ്വം. ജ്ഞാനിക്ക് ജ്ഞാനേ സർവസ്വം
എനിക്ക് കുചേലൻ്റെ പേരാ ഓർമ്മ വന്നത്. കുചേലൻ സമ്പത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഈശ്വരകാരുണ്യം, കൃപയാലുളവാവതാം ഈ വണ്ണം ഓർക്കേണം ഇതാം ജ്ഞാനസന്യാസം ഉദ്ധവാ. ജ്ഞാനിക്കു ഞാനേ സർവസ്വം, ഞാനാണ് ഉത്തമ ലക്ഷ്യവും. ഭഗവാനിലെത്തുക, നിരാകാരത്തിലെത്തുക എന്നർത്ഥം പറയണം. കാരണം ഭഗവാന് രൂപമില്ല. അപ്പോൾ ജ്ഞാനിക്കു ജ്ഞാനേ സർവസ്വം, ഞാനാണ് ഉത്തമ ലക്ഷ്യവും. എന്നെ അല്ലാതെ മോക്ഷത്തെ പോലും ഇഷ്ടപ്പെടില്ലവൻ. മോക്ഷം സെക്കൻഡറിയാണ്. ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞവന് മോക്ഷമാണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. ജ്ഞാനിക്കു ഞാനേ സർവസ്വം, ഞാനാണ് ഉത്തമ ലക്ഷ്യവും. എന്നെയല്ലാതെ മോക്ഷത്തെ പോലും ഇഷ്ടപ്പെടില്ലവൻ. ജ്ഞാനി എൻ പദമാം ശ്രേഷ്ഠമെന്നോർത്ത് എന്നെ വഹിക്കയാം. ഞാനും നിങ്ങളും ഭഗവാനെ വഹിക്കണം നമ്മുടെ ഹൃദയ പത്മത്തിൽ വെച്ചിട്ട്. എന്നിട്ടും നമ്മൾ കൊള്ളാത്തവരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ എന്താ അതിനർത്ഥം? തല്ല് കൊള്ളാത്ത കുഴപ്പമാണ്. ഞാൻ അത്രേ പറയുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ലക്ഷ്മി കുട്ടിയമ്മ, ഫുഡ് ഇൻസ്പെക്ടർ, വീട്ടിൽ താമസിച്ചിരുന്നു. അവരുടെ ഭർത്താവ് പറയും, അദ്ദേഹം പോലീസ് SI ആയിരുന്നു, ആസനം പൊക്കി പടയ്ക്കണം എന്ന് പറഞ്ഞു. അതായത് കുപ്പായൊക്കെ ഉണ്ടെങ്കിൽ കുപ്പായോ മുണ്ടോ ട്രൗസറോ മാടി അടിക്കണം, വേദനിക്കണം, അപ്പോൾ ശിക്ഷണം ശരിയാവും. എന്തിനു വേണ്ടിയിട്ട്? നന്നാവാൻ വേണ്ടിയിട്ട്. റാഗിങ് അല്ലാതെ നന്നാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജ്ഞാനി എൻ പദമാം ശ്രേഷ്ഠമെന്നോർത്ത് എന്നെ വഹിക്കയാം. അതാണ് പറഞ്ഞത്. ശരീരം ഭഗവാന് സഞ്ചരിക്കാനുള്ളൊരു രഥമാണ്. അത് കള്ളു കുടിച്ചിട്ടോ മയക്കുമരുന്ന് കഴിച്ചിട്ടോ ബോധമില്ലാതെ കിടക്കേണ്ടതല്ല. ഈ പഠിപ്പാണ് വേണ്ടത്. എന്നാൽ രക്ഷപ്പെട്ടു. എന്നെയല്ലാതെ അപ്പോൾ പറഞ്ഞു, ജ്ഞാനിയൻ പദമാം ശ്രേഷ്ഠമെന്നോർത്ത് എന്നെ വഹിക്കയാം. ജ്ഞാനം കൊണ്ട് ഉള്ളിലെപ്പോഴും ആകയാൽ ഇങ്ങ് അതിപ്രിയൻ. എനിക്ക് അവൻ പ്രിയനാണ്. കാരണം എന്താ? ജ്ഞാനം കൊണ്ടുള്ളിലെപ്പോഴും, അറിവ് കൊണ്ടാണ് എന്നെ വഹിക്കണത്. ക്ഷീണിക്കില്ല. ആകയാൽ ഇങ്ങ് അതിപ്രിയൻ. തീർത്ഥസ്നാനം ജപം ദാനം തപസ് മുതലായവ ജ്ഞാനത്താലുളവാം ശുദ്ധിയേകില്ല എമ്മട്ടുമാകയാൽ. എന്താ ഇപ്പം ഇതിനർത്ഥം പറയാം? തീർത്ഥസ്നാനം ജപം ദാനം തപസ് മുതലായവ ജ്ഞാനത്താലുളവാം ശുദ്ധിയേകില്ല എമ്മട്ടുമാകയാൽ. സ്വർണ്ണലിപിയിൽ എഴുതി വെക്കണത് അതാണ് ആവശ്യം. ജ്ഞാനസ്വരൂപനാം അന്തര്യാമിയാണെന്നറിഞ്ഞു നീ. ജ്ഞാനസ്വരൂപനാം, ഈ അന്തര്യാമി ആരാ? ജ്ഞാനസ്വരൂപനാം അന്തര്യാമിയാണെന്നറിഞ്ഞു നീ. ഭജിക്കുകെന്നെ മറ്റെല്ലാം വിട്ടുടൻ ഭക്തിപൂർണനായി. എല്ലാം വിടുക, എന്നിട്ട് വിട്ടുടൻ ഭക്തിപൂർണനായി. ഭക്തിക്ക് പൂർണ്ണത ഉണ്ടാവണം. ജീവനൊളി വളർത്തിയിടും എന്നെ വിജ്ഞാനപൂർവകം. ഉപാസിച്ചാണു മുനിമാരേവരും സിദ്ധരായതും. മുനിമാർ ശ്രേഷ്ഠന്മാരായതെങ്ങനെ? ജീവന്റെ ഒളി വളർത്തിയിടും എന്നെ വിജ്ഞാനപൂർവകം. ഉപാസിച്ചാണു മുനിമാരേവരും സിദ്ധരായതും. അത്തരം ജ്ഞാനസമ്പന്നരായോരത്യന്ത പൂജ്യരാം. അത്തരം ജ്ഞാനസമ്പന്നരായോർ അത്യന്ത പൂജ്യരാം. അവർ ആ മട്ടിൽ മേവട്ടെ നിന്നിൽ ഈ വക ബന്ധനം. നിന്നിൽ ഈ വക ബന്ധനങ്ങൾ, ഇതുവരെ പറഞ്ഞ മാതിരി ബന്ധനങ്ങൾ ഉണ്ടാവരുത് ഉദ്ധവാ എന്ന് പറഞ്ഞു. ജനനം മരണം മുമ്പാം വികാരങ്ങൾ മുഴുക്കയും ശരീരത്തോട് ബന്ധിക്ക നിമിത്തം ഉളവായതാം. ജനനം മരണം മുമ്പാം വികാരങ്ങൾ മുഴുക്കയും. വികാരങ്ങൾ പാടില്ല, വിചാരങ്ങളെ പാടുള്ളൂ.
ശരീരത്തോട് ബന്ധിക്ക നിമിത്തം ഉളവായതാം. ആത്മാവിന് ബന്ധമില്ലാത്തതാണെന്നർത്ഥം. അതിന് മുമ്പും പിമ്പുമുള്ളതല്ല, മധ്യത്തിൽ വന്നതാം. ജനിക്കുന്നതിൻ്റെ മുമ്പുമില്ല, മരണത്തിന് ശേഷമില്ല. അതിൻ്റെ ഇടയ്ക്ക് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ളതാണ്. 3 കാലത്തും ഒരുപോലുള്ളതേ സത്യമായി വരൂ. 3 കാലത്തും ഒരുപോലുള്ളതേ സത്യമായി വരൂ. അത് കേവലം ആത്മാവല്ലാതെ മറ്റെന്തുമന്നിതിൽ. അത് കേവലം ആത്മാവല്ലാതെ മറ്റെന്തുമന്നിതിൽ. അതാം നീ. ഭഗവാൻ പറയണ അത് നീ തന്നെ. തത്വമസി, അയം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ. അതാം നീ. ദേഹഗേഹാദി സർവം പ്രകൃതി നിർമ്മിതം. ദേഹഗേഹാദി സർവം പ്രകൃതി നിർമ്മിതം. അനാദ്യ വിദ്യാസംബന്ധം. അനാദ്യ വിദ്യാസംബന്ധം കൊണ്ടു നീ ജീവനായതാം. അത് അനാദി അവിദ്യാസംബന്ധം എന്നാണ് ശരിക്ക്. വിദ്യാസംബന്ധമല്ല, അനാദി അവിദ്യാസംബന്ധം കൊണ്ടു നീ ജീവനായതാം. അല്ലെങ്കിൽ നീ ബ്രഹ്മാണ്. അത് നീങ്ങിയിടിൽ ഇപ്പോഴും പരമാത്മാവു തന്നെയാം. ശരീരം നീങ്ങിയാൽ എന്താ? പരമാത്മാവു തന്നെയാം. വാട്ട് എ ഗ്യാരണ്ടി. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ആകയാൽ അത് അകറ്റേണ്ടതല്ലയോ മതിയുള്ളവൻ, മനസ്സുള്ളവൻ, കേമൻ. ഈ ശരീരത്തിനെ മാറ്റുക. ശരീരത്തിനെ ആഗ്രഹിക്കാതെയിട്ടിരിക്കുക, പുനരഭിജനനം ആഗ്രഹിക്കാതെയിട്ടിരിക്കുക. ആകയാൽ അതകറ്റേണ്ടതല്ലയോ മതിയുള്ളവൻ, ജ്ഞാനസ്വരൂപനാം നിന്നിൽ. ജ്ഞാനസ്വരൂപനാം നിന്നിൽ നീങ്ങിടും വന്നതാകയാൽ. വിജ്ഞാനം കൊണ്ടു ദേഹാദി ഭ്രമം നീങ്ങും വരേക്കു ഞാൻ. വിജ്ഞാനം, വിശേഷപ്പെട്ട ജ്ഞാനം. വിജ്ഞാനം കൊണ്ടു ദേഹാദിഭ്രമം നീങ്ങും വരേക്കു ഞാൻ ആത്മാവാകും അതെമ്മട്ടിലെന്നു ശങ്കിച്ചിടായിക നീ. ഉദ്ധവ. ഇവിടെ ഉദ്ധവ എന്നുള്ള സ്ഥലത്തൊക്കെ ഞാനും നിങ്ങളും പ്രശ്നമുണ്ടോ? എവിടെയൊക്കെ ഉദ്ധവ ഉണ്ട് അതൊക്കെ ഉദ്ധരിക്കപ്പെടേണ്ടവൻ എന്നർത്ഥം. ഉദ്ധവ എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കപ്പെടേണ്ടവൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ സത്യം പറയാം, ഞാൻ ഇന്ന് വരെ ഈ അർത്ഥം പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഉദ്ധരിക്കുക, ഉദ്ധവ, ശരിയല്ലേ? ഇതിനാണ് ഞാൻ ഭഗവാനെ നമസ്കരിക്കണത്. വിശ്വാസം, വിശ്വത്തിന് ആശ്വാസം എന്നാ ഞാൻ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. വിശ്വത്തിന് ആശ്വാസമുള്ളത് എനിക്ക് ആശ്വാസമായിട്ടുള്ളതല്ല. അത് മമത, അത് എന്നെ നശിപ്പിക്കുകയുള്ളൂ. പ്രീതിജനകമായിട്ടുള്ളതൊക്കെ വിശ്വാസമാണ്, വിശ്വത്തിന് ആശ്വാസമാണ്. വിശ്വരെ, ലോകരെ. ആത്മാവാകും അതെമ്മട്ടിലെന്നു ശങ്കിച്ചിടായിക നീ. ദേഹാഭിമാനമാർന്നാലും ഇപ്പോഴും ദേഹമല്ല നീ. ദേഹാഭിമാനമാർന്നാലും ഇപ്പോഴും ദേഹമല്ല നീ. ഭൂതാവേശം എഴും മർത്യൻ ഭൂതമല്ലാത്ത മാതിരി. ഭൂതാവേശം എഴും മർത്യൻ, മരണം സ്വാഭാവികമായിട്ടുള്ളവൻ. ഭൂതമല്ലാത്ത മാതിരി മായയാലുളവാം ക്ലേശം. ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് മായ ആണ്. അതിനങ്ങോട്ട് നിരാകരിച്ചാൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മർത്യനു മാറ്റാനാവാത്തതല്ല ബാധിച്ചതാകയാൽ. അതിന് തന്ത്രിമാരോ പൂജാരിമാരോ ഒന്നും വേണ്ട, അവരവർ തീരുമാനം എടുത്താൽ മതി. ഞാൻ മായയ്ക്ക് കീഴടങ്ങില്ല. ബ്രഹ്മത്തിൻ്റെ ആജ്ഞാവർത്തിയാണ് മായ. അപ്പം ഞാൻ ബ്രഹ്മസ്വരൂപനാണെന്ന് പറഞ്ഞാൽ മായ എൻ്റെ ആജ്ഞാവർത്തി ആയിരിക്കണം. ആ ഒരു കണ്ടീഷണൽ പവർ നമുക്കുണ്ടാവണം, ജനറേറ്റ് ചെയ്യണം. അതിനാണ് ഗുരുകുലം.
വേണ്ടത്, ഗുരുകുല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗുരുനാഥന് വേണ്ടത്. ഇത്രയും കേട്ട് അപേക്ഷിച്ചാനുദ്ധവൻ തൊഴുത് ഈ വിധം വിശുദ്ധജ്ഞാന വിജ്ഞാന വൈരാഗ്യാദികളും പ്രഭോ സനകാദി മുനീന്ദ്രന്മാരന്വേഷിപ്പതും ആ വിധം. ശരിക്ക് ഈ ശ്രീകൃഷ്ണകഥാമൃതത്തിലുള്ള ഉപാസനാകാന്ഡം ഒരു 10 പ്രാവശ്യം വായിക്കുക. എവിടെയാണ് ഉപാസനാകാന്ഡം തുടങ്ങിയത്? ഇതിപ്പോൾ 44-ാമത്തെ സർഗമാണ്. അത് ഒരു 10-50 ദിവസത്തിൽ കഴിയും. ഇപ്പോൾ പേജ് നമ്പർ 1900 ഇനിയൊരു 92 പേജുണ്ട്. നോട്ട് മോർ ദാൻ 90 അങ്ങനെ പറയാം, അല്ലെങ്കിൽ 75 നിൽക്കും. എന്നാൽ ആൾക്കാർ രക്ഷപ്പെട്ടു. അതാണ് പറഞ്ഞത്. ഇത്രയും കേട്ടപേക്ഷിച്ചാനുദ്ധവൻ തൊഴുത് ഈ വണ്ണം വിശുദ്ധജ്ഞാന വിജ്ഞാന വൈരാഗ്യാദികളും പ്രഭു സനകാദി മുനീന്ദ്രന്മാരന്വേഷിപ്പതും ആ വിധം. ജ്ഞാനാനന്തരം ഉണ്ടാകും മഹത്താം ഭക്തിയോഗവും. ജ്ഞാനാനന്തരം, ജ്ഞാനം വന്നാൽ മഹത്താം ഭക്തിയോഗവും. ജ്ഞാനം വരാത്തതിൻ്റെ മുമ്പുള്ള ഭക്തി നിലനിൽക്കില്ല. അറിവോട് കൂടിയിട്ടുള്ള ഭക്തി, വേദാന്തത്തോടു കൂടി നിൽക്കുന്ന ഭക്തി നിലനിൽക്കും, ഇല്ലാത്തത് നിൽക്കില്ല. പ്രശ്നയോ? ഏതേതും മൂഢരായോർക്കും തെളിഞ്ഞുള്ളിൽ വിളങ്ങുവാൻ. ഏതേതും മൂഢരായോർക്കും, മൗഢ്യമുള്ളവർക്കും കൂടി തെളിഞ്ഞ് ഉള്ളിൽ വിളങ്ങുവാൻ അവിടുന്ന് ഈ വിധം തന്നെ വിസ്തരിച്ചരുളിയിടണം. അങ്ങ് മൂഢന്മാർക്ക് കൂടി മനസ്സിലാക്കത്തക്ക വിധത്തിൽ വിശേഷമായിട്ട് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞത്. താപത്രയത്താലെന്നും ബന്ധുനീറും ജനങ്ങളെ. താപത്രയം, ആധ്യാത്മികം അല്ലേ, ലൗകികം, അങ്ങനെയാണല്ലോ പറയാ, ആദിഭൗതികം. അതായത് ഭൗതികത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഈശ്വരിൽ നിന്ന് ഉണ്ടാകുന്നത്. താപത്രയാത്താലെന്നും ബന്ധുനീറും ജനങ്ങളെ തണലേകി തണുപ്പിപ്പാൻ ഉൾക്കാമ്പ് അമൃതവൃഷ്ടിയാൽ സമ്പന്നാക്കണം. കുളിർപ്പിപ്പാനും ഈ മണ്ണിൽ മറ്റൊന്നെന്താം മഹാപ്രഭു. വേറൊന്നുമില്ല, അങ്ങയുടെ കുളിർമയുള്ള വാക്കുകൾ ഉപാസനാകാന്ഡത്തിൽ പറഞ്ഞതൊക്കെ കുളിർമയുള്ള വാക്കുകളാണ്. കുളിർപ്പിപ്പാനും ഈ മണ്ണിൽ മറ്റൊന്നെന്താം മഹാപ്രഭു. കനിവുൾ തിങ്ങിടും നിൻ തൃക്കഴൽ പൂങ്കുടയെന്നിയേ കനിവുൾ തിങ്ങിടും നിൻ തൃക്കഴൽ. അങ്ങയുടെ പാതാരവിന്ദമല്ലാണ്ട് മറ്റെന്താണ് ശരണം? സംസാരക്കിണറിൽ കാലസർപ്പത്തിൽ കടിയേൽക്കിലും. സംസാരമാകുന്ന കിണറിൽ കാലസർപ്പത്തിൻ കടിയേൽക്കിലും പിന്നെയും ക്ഷുദ്രകാമങ്ങൾ തന്നെ തേടും വിമൂഢനെ, വിശേഷപ്പെട്ട മൂഢനെ. കാര്യം നടന്നാൽ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് പറയും. കുറച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെയും ക്ഷുദ്രകാമങ്ങളാണ്, അതാണ് ഒഴിവാക്കിയാൽ മതി. ക്ഷുദ്രകാമങ്ങൾ, നമ്മുടെ നിലനിൽപ്പിനെ ഇല്ലായ്മ ചെയ്യുന്ന കാമനകളെ ഒഴിവാക്കുക. ക്ഷുദ്രകാമങ്ങൾ തന്നെ തേടും വിമൂഢനെ. മോക്ഷം വാരിത്തരും വാക്കാൽ അമൃതം കാതിലിങ്ങനെ. മോക്ഷം വാരിത്തരും വാക്കാൽ അമൃതം കാതിലിങ്ങനെ. ഉറ്റിച്ചുറ്റിച്ചു കൃപയാൽ തന്നെ രക്ഷിച്ചിടേണമേ. ഉറ്റിച്ചുറ്റിച്ചു കൃപയാൽ, ഓരോ തുള്ളി കൃപയാൽ തന്നെ രക്ഷിച്ചിടേണമേ. ഉദ്ധവൻ തൊഴുത് ഈ വണ്ണം അപേക്ഷിച്ചളവ് എത്രയും അലിവാർന്ന് അരുളി ചെയ്താൻ. അപാര കരുണാനിധി. മൈ ഗുഡ്നസ്, അപാര, എത്രയെന്ന് പറയാൻ വയ്യ. അപാര
അപേക്ഷിച്ചളവെത്രയും അലിവാർന്നരുളി ചെയ്താൻ അപാര കരുണാനിധി മഹാത്മാവാം ഭീഷ്മരോട്. അന്ന് ഇതേ ചോദ്യം യുധിഷ്ഠിരൻ ചെയ്താൻ ഭാരതയുദ്ധത്തിൽ അസംഖ്യം പേർ മരിക്കവേ. മഹാഭാരത യുദ്ധാനന്തരം രാജ്യം കിട്ടി വിചാരിച്ചാലും ധർമ്മപുത്രർക്ക് മനസ്സുറക്കണില്ല. അതാണ്, മനസ്സുറക്കണില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മഹാത്മാവാം ഭീഷ്മരോട് അന്ന് ഇതേ ചോദ്യം യുധിഷ്ഠിരൻ ചെയ്താൻ ഭാരതയുദ്ധത്തിൽ അസംഖ്യം പേർ മരിക്കവേ. ദുഃഖം സഹിക്കവയ്യാതെ പല ധർമ്മവും എത്രയും ദുഃഖം സഹിക്കവയ്യാതെ പല ധർമ്മവും എത്രയും ഭക്തിജ്ഞാന വിരാഗങ്ങളേവർക്കും വളരും വിധം. ഏവർക്കും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട് ഭക്തിജ്ഞാന വിരാഗങ്ങൾ, ഭക്തി വേണം, വൈരാഗ്യം വേണം, ജ്ഞാനം വേണം. ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. മോക്ഷധർമ്മവും ഒട്ടേറെ വിസ്തരിച്ചരുളിയിടിനാൻ. മോക്ഷധർമ്മം വിദ്വൽ സദസ്സിൽ വെച്ചങ്ങളേവരും കേട്ടു നിൽക്കവേ, ഞങ്ങളേവരും കേട്ടു നിൽക്കവേ. വിജ്ഞാനനിധിയാം ദേവവ്രതൻ, ദേവവ്രതൻ എന്ന് പറഞ്ഞാൽ ഭീഷ്മര്, വിജ്ഞാനനിധിയാം നിധിയാം ദേവവ്രതൻ അത്യന്ത ഭംഗിയിൽ അതു ഞാൻ അങ്ങയോടോതാം. നോക്കൂ, എനിക്കറിയണത് പറയാമെന്നല്ല, എൻ്റെ വാക്കുകൾ എന്നുള്ള നിലയ്ക്ക് താഴെ കണ്ടോ. എൻ്റെ ഭക്തൻ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ വാക്കുകൾ ഞാൻ തനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒരാൾ വേറൊരാളുടെ വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ വേറൊരാൾ എത്ര മഹനീയനാവണം. അതാണ് ഭീഷ്മ പിതാമഹൻ, ഗംഗാപുത്രൻ. അതാണ് ഭഗവാന്റെ കർത്തവ്യം. തൻ്റെ ഭക്തനെ വാനോളം ഉയർത്തുക, തന്നേക്കാൾ ഉയർത്തുക. വിജ്ഞാനനിധിയാം ദേവവ്രതൻ അത്യന്ത ഭംഗിയിൽ അതു ഞാൻ അങ്ങയോടോതാം ശ്രദ്ധിച്ചാലും മഹാമതേ. ബ്രഹ്മാദിസ്ഥാവരാന്തങ്ങളായ വസ്തുക്കളേതിലും മഹത്തത്വം അഹങ്കാരം ജീവൻ പ്രകൃതി മാനസം ദശേന്ദ്രിയം പഞ്ചഭൂതം ശബ്ദാദികൾ ഗുണത്രയം ഈ വണ്ണം 28 തത്വമാം കാരണങ്ങളായി. ബ്രഹ്മാദിസ്ഥാവരാന്തങ്ങളായ വസ്തുക്കളേതിലും മഹത്തത്വം അഹങ്കാരം ജീവൻ പ്രകൃതി മാനസം ദശേന്ദ്രിയം പഞ്ചഭൂതം ശബ്ദാദികൾ ഗുണത്രയം ഈ വണ്ണം 28 തത്വമാം കാരണങ്ങളായി. ആർക്കും മനുഷ്യനാണോ ഇത് വായിക്കാണ്ട് പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കിയവൻ വേറൊന്നിലും ശ്രദ്ധിക്കില്ല. നിൽപ്പതന്നെ എന്നെന്നും അവയോ സർവകാരണ രൂപനായി. ഈ 28 തത്വവും ആരിലാണ് നിൽക്കുന്നത്? ഈശ്വരനിൽ, ബ്രഹ്മത്തിൽ. നിൽപ്പതെന്നെന്നും അവയോ സർവകാരണ രൂപനായി വിളങ്ങും പരമാത്മാവാം എന്നിൽ നിന്നുടൽ. അതായത് പരമാത്മാവ് ഞാൻ തന്നെയാണെന്ന് കൃഷ്ണൻ പറഞ്ഞു. നമുക്ക് ബോധിക്കണില്ല. അത് ബോധിച്ച പിന്നെ കൃഷ്ണനിൽ താഴെ ഒരാളേനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? സർവകാരണരൂപനായി വിളങ്ങും പരമാത്മാവാം എന്നിൽ നിന്ന് ഉടലേൽപ്പതാം. എന്നിൽ നിന്നാണ് 28 തത്വം. ഞാൻ തന്നെയാണ് ആ 28 തത്വം. ഈ വിധം കാൺമതേതൊന്ന് അതാം ജ്ഞാനം ജഗത്തിതിൽ. ഈ 28 ഗുണങ്ങളാണ്. അതിനെ നമ്മൾ മാനിക്കണം എന്ന് മനസ്സിലാക്കിയാൽ ഈ വിധം കാൺമതേതൊന്ന് അതാം ജ്ഞാനം. ഈ വിധം കാൺമതേതൊന്ന് ബ്രഹ്മം. അത് തന്നെ ജ്ഞാനം ജഗത്തിതിൽ. ഘടാതിജ്ഞാനവും മറ്റും കേവലം വ്യവഹാരികം. കുടവും കുടത്തിൻ്റെ ഉള്ളിലുള്ള ശൂന്യവും കുടത്തിൻ്റെ പുറത്തുള്ള ശൂന്യവും ഒന്നാണെന്നുള്ള ബോധം ഉണ്ടായാൽ മതി. ഘടാകാശം അല്ലേ? അപ്പോൾ അതായത് ഇവിടം കാര്യകാരണാത്മകമാം വിധം
അതായത് ഇവിടം കാര്യകാരണാത്മകമാം വിധം ദേവാസുരമനുഷ്യാദിയായ സർവപദാർത്ഥവും ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞതേ. ജീവൻ മുമ്പായ മുൻ ചൊല്ലിയിടിന തത്വങ്ങൾ മാത്രമാം. ഈ ജീവൻ എന്ന് പറഞ്ഞത് ഈ 28 തത്വങ്ങളാണ്. അതിന് നിങ്ങൾ ഏതേത് പേരിട്ടാലും ശരി, ഏതേത് വിഭാഗത്തിലുള്ളവരുടെ പേരിട്ടാലും ശരി, ഈ 28 തത്വങ്ങളിൽ വ്യത്യാസമില്ല. ഇത് ഒരു സനാതന ധർമ്മിസ്റ്റ് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് ആര് മനസ്സിലാക്കണം, വെദർ എന്താണ് ഈസ്റ്റ് ഓർ വെസ്റ്റ്, നോർത്ത് ഓർ സൗത്ത്, ഈ 4 ദിക്കിലാണല്ലോ ആൾക്കാർ താമസിക്കുന്നത്. അവരൊക്കെ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. 28 തത്വങ്ങൾ. ജീവൻ മുമ്പായ മുൻ ചൊല്ലിയിടിന തത്വങ്ങൾ മാത്രമാം. അവയോ നിഖിലേശൻ്റെ നാനാ ഭാവപ്രകാശനം. ഭഗവാന്റെ അവയോ നിഖിലേശൻ്റെ നാനാഭാവപ്രകാശനം. ഞാൻ അവിടെ നിർത്തുക. ആ പ്രകാശമാണ് നമ്മൾ. അതായത് ഈ ചേതന ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് യോഗോ ജീവ എന്നുള്ളത്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം.